ജി എസ് ടി സിസ്റ്റം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് എന്ന് നോക്കാം. അത് മനസ്സിലാകണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഡ്യുവൽ ജി എസ് ടി മോഡൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നറിയണം. ഓക്കെ, ഡ്യുവൽ ജി എസ് ടി മോഡൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാ ടാക്സ് സിസ്റ്റം നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ ടാക്സുകളും, ഫോർ എക്സാമ്പിൾ സർവീസ് ടാക്സ് ആയിക്കോട്ടെ, ഇൻകം ടാക്സ് ആയിക്കോട്ടെ, സ്റ്റേറ്റ് വാറ്റുകളായിക്കോട്ടെ, എല്ലാം എന്തായിരിക്കും, ഒന്നുകിൽ അത് സെൻട്രൽ ഗവൺമെൻറ് ഈടാക്കും, അല്ലെങ്കിൽ എന്താകും സ്റ്റേറ്റ് ഗവൺമെൻറ് ഈടാക്കും. ഓക്കെ, എന്ന് പറഞ്ഞാൽ സർവീസ് ടാക്സ് ആരാണ് ഈടാക്കുന്നത്? സെൻട്രൽ ഗവൺമെൻറ്റാണ്. അതിനകത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു റോളും ഇല്ല. ക്ലിയർ. സ്റ്റേറ്റ് വാറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ഈടാക്കുന്നത്. സോ എന്നാൽ ജി എസ് ടിയിൽ മാത്രം എന്താ, ഒരേ ആക്ടിവിറ്റിക്ക് ഒരേ കാര്യത്തിന് ഒരേ സമയം എന്ത് ചെയ്യുകയാണ്, സൈമൾട്ടേനിയസ്ലി ആര് ചെയ്യുകയാണ്, സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ടാക്സ് ഈടാക്കുന്നു എന്നതാണ് ഡ്യുവൽ ജി എസ് ടി മോഡൽ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പോൾ എന്താ അതിൻ്റെ മീനിങ്? ബോത്ത് സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ് വിൽ സൈമൾട്ടേനിയസ്ലി ടാക്സ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ക്ലിയർ. രണ്ടാമത്തെ അതുകൊണ്ട് എന്താ ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഈ ഇൻട്രാ സ്റ്റേറ്റ് ട്രേഡ്, ഇപ്പോൾ ഇൻട്രാ സ്റ്റേറ്റിനുള്ളിൽ നടക്കുന്ന ഒരു ട്രാൻസാക്ഷനെ വരെ എന്ത് ചെയ്യാൻ പറ്റും, സെൻട്രൽ ഗവൺമെൻറ്റിന് ടാക്സ് ഈടാക്കാൻ പറ്റും. അപ്പം സ്റ്റേറ്റിന് പുറത്തേക്ക് പോകുന്ന ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റിൻ്റെതല്ലായിരുന്നിട്ടും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റിന് ഈടാക്കുന്നതോടൊപ്പം സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു വീതം കിട്ടുന്നു. സോ ദാറ്റ് മീൻസ് ഇൻട്രാ സ്റ്റേറ്റ് ട്രേഡിന് സെൻട്രൽ ഗവൺമെൻറ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിച്ചതും ഇൻ്റർ സ്റ്റേറ്റ് ട്രേഡിന് സ്റ്റേറ്റ് ഗവൺമെൻറ് റോൾ കിട്ടിയതും എന്തുകൊണ്ടാണ്? ഈ ഡ്യുവൽ ജി എസ് ടി മോഡൽ എന്ന സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടതുകൊണ്ടാണ്. ക്ലിയർ ആകുന്നുണ്ടോ? അതാണ് ഇതിൻ്റെ ഒരു മീനിങ്. പിന്നെ പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ജി എസ് ടിയുടെ ഒരു പ്രധാന ഏരിയ എന്ന് പറയുന്നത് ഇതൊരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ആയിട്ടുള്ള കൺസംഷൻ ടാക്സ് ആണ്. എന്ന് പറഞ്ഞാൽ എവിടേക്കാണോ ഇത് നമ്മുടെ പ്രോഡക്റ്റ്, ഉദാഹരണത്തിന് ഒരു ഗുഡ്സ് നമ്മൾ ഡെലിവറി ചെയ്യുമ്പോൾ എവിടെ നിന്ന് പോകുന്നു എന്നതിനകത്തല്ല, എവിടെ സ്വീകരിക്കുന്നു എന്നതിനകത്താണ് പ്രാധാന്യം. എവിടെയാണോ ഇത് ഫൈനലി എത്തിച്ചേരുന്നത് അവിടെയാണ്, അവിടുത്തെ ഗവൺമെൻറ്റാണ് എന്ത് ചെയ്യുന്നത്, ടാക്സ് കളക്ട് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ആണ്. മാത്രമല്ല ഒരു കൺസംഷൻ ടാക്സ് ആണ്. എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്നതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് ടാക്സ് അറിയാം. അല്ലാതെ ഉണ്ടാക്കി എന്നതിനകത്തല്ല, അത് ഉപയോഗിക്കപ്പെടുമ്പോഴാണ് ടാക്സ് ഈടാക്കുന്നത്. സോ ഇറ്റ്സ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് കൺസംഷൻ ടാക്സ്. അതാണ് ജി എസ് ടിയുടെ ഒരു പ്രത്യേകത. ക്ലിയർ ആകുന്നുണ്ടോ? പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, എക്സ്റ്റെൻഡ് ഹോൾ ഓഫ് ഇന്ത്യ, ഒന്നിനെയും മാറ്റുന്നതില്ല, ഇൻക്ലൂഡിങ് ജമ്മു ആൻഡ് കാശ്മീർ, എക്സ്റ്റെൻഡ് ഹോൾ ഓഫ് ഇന്ത്യ ജി എസ് ടി ടാക്സുകളാണ് എന്നതും അറിഞ്ഞിരിക്കണം. സോ ജി എസ് ടി സിസ്റ്റം എന്താണെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിയത് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഇത് ജി എസ് ടി ഒരേ സമയം സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൂടി ടാക്സ് ചെയ്യുന്നത് കൊണ്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒരു ആക്ട് ഉണ്ടാക്കുമ്പം എന്ത് ചെയ്യണം, ഉദാഹരണത്തിന് എന്താണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് ചാർജ് ചെയ്യുന്നതായതുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് മാത്രം എന്ത് ചെയ്താൽ മതി, പാർലമെൻറ്റ് മാത്രം ഇത് പാസ്സാക്കിയാൽ മതി, സ്റ്റേറ്റ് ഗവൺമെൻറ് അതിനെക്കുറിച്ച് ബോധരാകേണ്ട ആവശ്യമില്ല. അതേസമയം ഇവിടുത്തെ പ്രത്യേകത എന്താണ്, ഒരേ സമയം സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും റോൾ ഉള്ളതുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ്റും എന്ത് ചെയ്യണം, കുറേ ആക്ടുകൾ പാസ്സാക്കണം, അല്ലെങ്കിൽ ഒരു ആക്ട് പാസ്സാക്കണം, സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതിന് കറസ്പോണ്ടിങ് ആക്ട് പാസ്സാക്കണം. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം ഇത് അല്പം മനസ്സിലാക്കുന്നതിന് ഒരൊറ്റ സെൻറ്റൻസിൽ വേറൊരു കാര്യം കൂടി പറയുകയാണ്. ഈ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി കാണുന്ന സ്റ്റേറ്റിൻ്റെ മീനിങ് അല്ല, 28 സ്റ്റേറ്റ്സ് ഉള്ളതായിട്ട് നമുക്കറിയാം. ആ മീനിങ് അല്ല ജി എസ് ടിയിൽ സ്റ്റേറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതും ഒരല്പം കൂടി വിപുലമാണ്. വിശദമായി നമ്മൾ പഠിക്കുമെന്ന് പറഞ്ഞാലും ഒരു സിംഗിൾ സെൻറ്റൻസ് ഞാനതൊന്ന് പറയാം. സ്റ്റേറ്റ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് യൂണിയൻ ടെറിട്ടറീസ് വിത്ത് അവരുടേതായ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഉള്ള യൂണിയൻ ടെറിട്ടറീസിനെ സംബന്ധിച്ചോളം അവരെയും സ്റ്റേറ്റ് എന്ന കാറ്റഗറിയിലാണ് പെടുന്നത്. പറഞ്ഞാൽ അങ്ങനെയുള്ള 3 യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്. അതുകൊണ്ട് അവരും എന്ത് തന്നെയാണ്, സ്റ്റേറ്റിൻ്റെ ഒരു ലേബലിലാണ് അവരും അറിയപ്പെടുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണ്, മൊത്തം എത്ര സ്റ്റേറ്റ്, ജി എസ് ടി പ്രകാരം എത്ര സ്റ്റേറ്റ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 28 + 3 31 സ്റ്റേറ്റ് ഉണ്ട്. പറയുന്നുണ്ട്. അതിൽ 3 എന്താണ്, യൂണിയൻ ടെറിട്ടറീസ് വിത്ത് ദെയർ ഓൺ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റേറ്റ് ഉണ്ട്, പിന്നെ എന്താണ്, യൂണിയൻ ടെറിട്ടറീസ് ഉണ്ടെന്ന് ഇനി പറയേണ്ട. സ്റ്റേറ്റ്സ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ആരൊക്കെയാണ്, നമ്മുടെ 28 സ്റ്റേറ്റിനെയും ഈ 3 യൂണിയൻ ടെറിട്ടറീസിനെയുമാണ്. ക്ലിയർ ആകുന്നുണ്ടല്ലോ? അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടേതായ സ്റ്റേറ്റ് സംബന്ധമായ എന്നുണ്ടാക്കാൻ പറ്റും, ലെജിസ്ലേറ്റീവ് അസംബ്ലി അവർക്കുള്ളതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം, ഒരു ആക്ട് ഉണ്ടാക്കാം. അതിനെ നമുക്ക് എന്ത് വിളിക്കാം, SGST ആക്ട് എന്ന് വിളിക്കാം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ജി എസ് ടിയെ സംബന്ധിച്ച കാര്യങ്ങൾ SGST ആക്ട് 2017 എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ടാക്കുന്നു. അവിടെ വരെ ക്ലിയർ ആയോ? സോ എന്താണ് അപ്പോൾ ആരുണ്ടാക്കണം ഇത് 31 റെസ്പെക്റ്റീവ് സ്റ്റേറ്റ്സും ഉണ്ടാക്കണം. സോ അതാത് റെസ്പെക്റ്റീവ് സ്റ്റേറ്റ്സ് അവരവരുടെ സ്റ്റേറ്റിന് വേണ്ടി എന്നുണ്ടാക്കി ഒരു ആക്ട് ഉണ്ടാക്കി. ഇപ്പോൾ കേരളയുടേതായ ഒരു എന്താണ് SGST ആക്ട് ഉണ്ടാക്കി. എന്നാൽ സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്തു, പാർലമെൻറ്റ് എന്താ ചെയ്യുന്നത്, സെൻട്രൽ ഗവൺമെൻറ് പാർലമെൻറ്റിൽ എന്ത് ചെയ്തു, 3 ആക്ടുകളാണ് പാസ്സാക്കിയത്. ഒന്നെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CGST, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെതായ CGST കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു CGST ആക്ട് ഉണ്ടാക്കി. അതുകൂടാതെ എന്തുണ്ടാക്കി, ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അതിൻ്റെ ടാക്സ് കളക്ഷൻ പർപ്പസിന് വേണ്ടി എന്നുണ്ടാക്കി ഒരു IGST ആക്ട് ഉണ്ടാക്കി. പിന്നെന്തുണ്ടായി, നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, അതാത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ്സ് ഉള്ളവരെ, ലെജിസ്ലേറ്റീവ് സ്വന്തമായിട്ടുള്ളവർ അവരെന്ത് യൂണിയൻ ടെറിട്ടറീസ് എന്ത് ചെയ്തോളും, അവരുണ്ടാക്കിക്കോളും. മനസ്സിലാകുന്നുണ്ടോ? എന്നാൽ അങ്ങനെ ഇല്ലാത്ത വേറെ കുറേ യൂണിയൻ ടെറിട്ടറീസ് ഉണ്ടല്ലോ. ഈ 8 എണ്ണത്തിനകത്ത് 5 എണ്ണത്തിന് എന്തില്ല, സ്വന്തമായിട്ട് എന്തില്ല, ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഇല്ല. അവർക്ക് വേണ്ട UTGST ആക്ടുകളും ഉണ്ടാക്കിയത് ആരാണ്,
സെൻട്രൽ ഗവൺമെൻറ് തന്നെയാണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് മൂന്നെണ്ണം ഉണ്ടാക്കിയ എന്തൊക്കെയാണ്? CGST ആക്ട്, IGST ആക്ട്, UTGST ആക്ട്. UTGST ആക്ട് ഉദ്ദേശിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? അസംബ്ലീസ് ഇല്ല, സ്വന്തമായി ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇല്ലാത്ത യൂണിയൻ ടെറിട്ടറീസിന് വേണ്ടിയുള്ളതാണ് UTGST ആക്ട്. അപ്പോൾ പിന്നെ മറ്റവർക്കോ? അവർക്ക് ഓൾറെഡി എന്താണ്? അത് SGST എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഇത്രയും ആക്റ്റുകൾ ചേർന്നതാണ് നമ്മളുടെ പഠനം. ഇത്രയും ആക്റ്റുകളിലെ കൺസെപ്റ്റുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരുമിച്ച് ഈ GST പഠനത്തിലൂടെ നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. ക്ലിയർ ആയല്ലോ? പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഒരു കോമ്പൻസേഷൻ സെസ് എന്ന് പറഞ്ഞൊരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. അതെന്താണെന്ന് കൂടെ അറിഞ്ഞിരിക്കണം. ഒരു GST കോമ്പൻസേഷൻ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്പെസിഫൈഡ് ലക്ഷറി ഐറ്റംസിന് ഡീമെറിറ്റ് ഗുഡ്സ് ഉണ്ടല്ലോ, ലൈക്ക് പാൻ മസാല, ടുബാക്കോ, എയറേറ്റഡ് വാട്ടർ, ഇതുപോലെയുള്ള പിന്നെ ലക്ഷറി മോട്ടോർ കാർസ്, ഇതിനൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ടാക്സ് അതാത് സ്റ്റേറ്റ് ഗവൺമെൻറ് കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. GST വന്നതോടെ അവർക്ക് വലിയ ലോസ് ഉണ്ടായി. സ്വന്തം. അപ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറഞ്ഞു? ഒരു കോമ്പൻസേഷൻ സെസ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനായിരുന്നു? കുറേ കാലത്ത് ഒരു 5 വർഷത്തേക്ക് എന്ന രീതിയിലാണ് ആദ്യം എന്ത് ചെയ്തത്? ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പറയാൻ സാധനമുണ്ടോ? അപ്പോൾ എന്ത് ഉദ്ദേശിക്കുന്നത് എന്താണ്? വിത്ത് എ വ്യൂ ടു പ്രൊവൈഡ് കോമ്പൻസേഷൻ ആർക്ക്? ടു ദ സ്റ്റേറ്റ്സ്. എന്തിനു വേണ്ടിയാണ്? അവർക്ക് നഷ്ടപ്പെട്ട ആ ലെവിക്ക് പകരമായി ഒരു കോമ്പൻസേഷൻ സെസ് ഈടാക്കുന്നു. ആ സെസ് ആരെടുക്കുന്നു? ഈ പറഞ്ഞ സ്റ്റേറ്റ് ഗവൺമെൻറ് എടുക്കുന്നു. ഇതാണ് ഒരു കൺസെപ്റ്റ്. അപ്പോൾ 5 വർഷത്തേക്ക് അപ്പുറം നടക്കുന്നത്. ആജീവനം എടുക്കാൻ പറ്റില്ല, 5 വർഷത്തേക്ക് നിങ്ങൾക്ക് എടുക്കാമെന്നും പറഞ്ഞാണ് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മളിത് തുടങ്ങിയതെന്നായിരുന്നു? 2017 സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ 2017 ജൂലൈ തുടങ്ങിയപ്പോൾ 1-ാം തീയതി തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? 2017 തൊട്ട് 5 വർഷം കഴിഞ്ഞ് 2022 30th ജൂൺ ആകുമ്പോൾ എന്ത് ചെയ്യേണ്ടതാണ്? ആ കോമ്പൻസേഷൻ സെസ്സിൻ്റെ പരിപാടി തീരേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? അത് അടുത്ത 2026 മാർച്ച് 31 വരെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എന്നതുകൂടി ഈ കോമ്പൻസേഷൻ സെസ്സുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കണം. അതൊന്ന് ഇപ്പോൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിൻലി കളക്ട് ചെയ്യുന്ന ഏതാ GSTകൾ, CGST, IGST, SGSTക്ക് പുറമെ ഒരു കോമ്പൻസേഷൻ സെസ് കൂടി എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? കളക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അത് ആജീവനാന്തമല്ല, കുറേ കാലത്തേക്ക് കളക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ എന്ന കൺസെപ്റ്റ് ഞാൻ ഓൾറെഡി മുമ്പേ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഓൾറെഡി 1-2 സെൻസ് പറയാൻ വേണ്ടി ഉദ്ദേശിച്ച കാര്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു. എന്നാൽ ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കുകയാണ് ആ കൺസെപ്റ്റ്. ഇന്ത്യയെ നമുക്ക് എന്ത് തിരിക്കാം? 28 സ്റ്റേറ്റ്സായും പിന്നെന്താണ് 8 യൂണിയൻ ടെറിട്ടറീസ് ആയിട്ട് തിരിക്കാം. അതിൽ 3 യൂണിയൻ ടെറിട്ടറീസിന് പ്രത്യേകതയുണ്ട്. അവർക്ക് സ്വന്തമായിട്ട് എന്തുണ്ട്? ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഉണ്ട്. ക്ലിയർ ആയോ? അപ്പോൾ എന്താ അതാരൊക്കെ അങ്ങനെ സ്റ്റേറ്റുകളുള്ളത്? ഏതൊക്കെയാണ്? ഡൽഹി, പോണ്ടിച്ചേരി, ജമ്മു ആൻഡ് കാശ്മീർ. ഈ 3 യൂണിയൻ ടെറിട്ടറീസിനാണ് എന്തുള്ളത്? സ്വന്തമായിട്ട് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഉണ്ട്. ആ യൂണിയൻ ടെറിട്ടറീസ് എന്തുണ്ട്? ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഉണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? ബാക്കിയുള്ള 5 എണ്ണം, അതായത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്, ലക്ഷദ്വീപ്, ദാദ്ര നഗർ ഹവേലി, ഡാമൻ ഡ്യൂ, ലഡാക്ക്, ചണ്ഡീഗഡ് പോലെയുള്ള ബാക്കിയുള്ള 5 യൂണിയൻ ടെറിട്ടറീസിൻ്റെ പ്രത്യേകത എന്താ? അവർക്ക് സ്വന്തമായിട്ട് എന്തില്ല. അപ്പോൾ അവരുടെ കാര്യങ്ങൾ മൊത്തം നോക്കുന്ന ആരാ? സെൻട്രൽ ഗവൺമെൻറ്. കേന്ദ്രഭരണ പ്രദേശം നേരിട്ട് കേന്ദ്രം അങ്ങ് ഭരിക്കുകയാണ്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ സ്വാഭാവികമായി എന്താണ്? അവരെ നമുക്ക് യൂണിയൻ ടെറിട്ടറീസ് എന്ന് വിളിക്കാം. ബാക്കി സ്വന്തമായിട്ട് ഈ പറയുന്ന ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉള്ള ആ യൂണിയൻ ടെറിട്ടറീസിനെയും ഇനി മുതൽ എന്ത് വിളിക്കാം? സ്റ്റേറ്റ്. GST തീരുന്നത് വരെ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത് ആരെയും കൂടെ ചേർത്താണ്? ഈ 3 പേരെയും കൂടെ ചേർത്താണ്. ഇപ്പോൾ സ്റ്റേറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് GST ലോ മീൻസ് 28 സ്റ്റേറ്റ്സ്, പിന്നെ എന്താണ് 3 യൂണിയൻ ടെറിട്ടറീസ് ഹാവിങ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്. ക്രിസ്റ്റൽ ക്ലിയർ ആയല്ലോ? ഓക്കെ, അതാണ് അവിടെ നമ്മൾ കണ്ടത്. ഓക്കെ, അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഒരു GSTയെ സംബന്ധിച്ചോളം GST മനസ്സിലാക്കണമെങ്കിൽ GST എപ്പോഴാണ് ടാക്സ് ചെയ്യപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സപ്ലൈ നടക്കുമ്പോഴാണ് പറയുന്നത്. അതായത് ഉണ്ടാക്കുമ്പോഴല്ല, നമ്മൾ എത്ര ഉണ്ടാക്കി നമ്മുടെ പ്രെമിസസിനുള്ളിൽ വെച്ചാലും GSTക്ക് ബാധകമാവില്ല. അതെടുത്ത് സപ്ലൈ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് വിഷയം. പറഞ്ഞു സാധനമുണ്ടോ? സോ GST ഇൻകർ ചെയ്യപ്പെടുന്നത്, GST ടാക്സ് ചെയ്യപ്പെടുന്നത് വെൻ ഇറ്റ് ഈസ് സപ്ലൈഡ്. എന്ത് സപ്ലൈ ചെയ്യപ്പെടുമ്പോൾ? ഗുഡ്സും സർവീസസും സപ്ലൈ ചെയ്യപ്പെടുമ്പോഴാണ് എന്ത് ചെയ്യപ്പെടുന്നത്? ടാക്സ് ഈടാക്കപ്പെടുന്നത് എന്നത് കാര്യം കൃത്യമായി അറിയാമല്ലോ. അപ്പോൾ അതിനകത്ത് ഈ സപ്ലൈയെ തന്നെ, ഇതൊക്കെ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? ഇൻട്രൊഡക്ഷനാണ്. അതായത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന വലിയ വലിയ കാര്യങ്ങളിലേക്കുള്ള ഇൻട്രൊഡക്ഷനാണ്. മനസ്സിലാകുന്നുണ്ടോ? അതിനകത്ത് പറയുകയാണ് ഇവിടെ സപ്ലൈ എന്നതിനെ 2 തരമായി തിരിക്കാം. ദർ ആർ 2 ടൈപ്സ് ഓഫ് സപ്ലൈ. ഒന്നെന്താണ്? ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ. അടുത്തെന്താ പറയുന്നത്? ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ. പേര് സൂചിപ്പിക്കുന്ന പോലെ എന്തെങ്കിലും ഇപ്പോൾ ഒരു ക്ലാസ് റൂമിനുള്ളിൽ നടക്കുന്നതിന് ഇൻട്രാ ക്ലാസ്. ഇൻട്രാ എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ തന്നെ നടക്കുമ്പോഴാണ്. അപ്പോൾ എന്താണ് ഇൻട്രാ സ്റ്റേറ്റ് എന്ന് പറയുന്നത്? കേട്ടിട്ടില്ലേ? ഇൻ്റർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് എന്താ? യൂണിവേഴ്സിറ്റികൾക്ക് പല യൂണിവേഴ്സിറ്റികൾ തമ്മിൽ നടത്തുമ്പോഴാണ് ഇൻ്റർ യൂണിവേഴ്സിറ്റി ആവുക. ഇൻ്റർ കോളേജ് എന്ന് പറഞ്ഞാൽ അത് 2 പല കോളേജുകൾക്കിടയിൽ നടത്തും. ഒരു കോളേജിനുള്ളിൽ തന്നെ നടന്ന കോമ്പറ്റീഷൻ വിളിക്കുന്ന വരുന്ന ഇൻട്രാ കോളേജ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഇൻട്രാ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ വിതിൻ എ സ്റ്റേറ്റ്. പിന്നെ ഞാൻ ഈ പറയേണ്ട ആവശ്യമില്ല. വിതിൻ എ യൂണിയൻ ടെറിട്ടറിക്ക് എന്താ വിളിക്കുന്നത്? ഇൻട്രാ സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. ഇൻട്രാ യൂണിയൻ ടെറിട്ടറി എന്ന് പറയേണ്ട ആവശ്യമില്ല. അവിടെ എന്തുണ്ട്? യൂണിയൻ ടെറിട്ടറി ഉണ്ടെന്ന് പറഞ്ഞു. നമ്മളെന്താ? ഓക്കെ സാർ, ദർ ഈസ് എ യൂണിയൻ ടെറിട്ടറി വിത്ത് ലെജിസ്ലേറ്റീവ് അസംബ്ലി. അവരെ സ്റ്റേറ്റ് എന്ന് വിളിക്കാം, നോ ഇഷ്യൂ. പക്ഷേ അതില്ലാത്ത യൂണിയൻ ടെറിട്ടറി ഉണ്ടല്ലോ, അതിനും ഇൻട്രാ യൂണിയൻ ടെറിട്ടറി എന്നൊന്നും പറയണ്ട. അതിനും വിളിക്കുന്ന പേരെന്താണ്? ഇൻട്രാ സ്റ്റേറ്റ്. ഇൻട്രാ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിയൻ ടെറിട്ടറി ആയിക്കോട്ടെ, ഒരു സ്റ്റേറ്റ് ആയിക്കോട്ടെ,
അതിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ട്രാൻസാക്ഷൻ. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കേരളം ഒരു സ്റ്റേറ്റാണ്. ആ സ്റ്റേറ്റിനുള്ളിൽ തന്നെ ഇപ്പോൾ കോട്ടയത്ത് നിന്ന് എറണാകുളത്തേക്ക് ഒരു ട്രാൻസാക്ഷൻ നടത്തുന്നു. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അതെന്താണ്? ഒരു ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണ്. ക്രിസ്റ്റൽ ക്ലിയർ ആയല്ലോ. രണ്ടാമത് ഇൻ്റർ സ്റ്റേറ്റ് എന്ന് വിളിക്കപ്പെടുന്നത് എപ്പോഴാണ്? പല കാര്യങ്ങളിൽ ഇൻ്റർ സ്റ്റേറ്റ് എന്ന് വിളിക്കപ്പെടും. ഏതൊക്കെയാണത്? ഒന്ന്, ഒരു സ്റ്റേറ്റ് വേറൊരു സ്റ്റേറ്റിലേക്ക് S1 to S2. ഓക്കെ. രണ്ടാമത് പറ, ഒരു സ്റ്റേറ്റ് വേറൊരു യൂണിയൻ ടെറിട്ടറിയിലേക്ക് കൊടുത്താലും അതെന്താണ്? ഇൻ്റർ സ്റ്റേറ്റ്. അല്ലെങ്കിൽ ഒരു യൂണിയൻ ടെറിട്ടറിയിൽ നിന്ന് വേറൊരു യൂണിയൻ ടെറിട്ടറിയിലേക്ക് അയച്ചാലും അതെന്താണ്? അതും ഇൻ്റർ സ്റ്റേറ്റ്. അപ്പോൾ എന്തൊക്കെയാണ് ഇൻ്റർ സ്റ്റേറ്റ് പറഞ്ഞാൽ? ഇൻ്റർ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത് 3 സാഹചര്യത്തിലാണ്. ഒന്നിൽ കേൾക്കുക, ഏതൊക്കെയാണ് 3 സാഹചര്യങ്ങൾ? ഒരു സ്റ്റേറ്റ് വേറെ സ്റ്റേറ്റിന് കൊടുക്കുന്നു. അടുത്തെന്താണ്? ഒരു സ്റ്റേറ്റ് വേറെ യൂണിയൻ ടെറിട്ടറിക്ക് കൊടുക്കുന്നു. അടുത്തെന്താണ്? ഒരു യൂണിയൻ ടെറിട്ടറി വേറെ യൂണിയൻ ടെറിട്ടറിക്ക് കൊടുക്കുന്നു. ഇത്തരം ഇടപാടുകളെയാണ് എന്ത് വിളിക്കുന്നത്? ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ. ക്ലിയർ ആവുന്ന ഈ ഒരു ക്ലാസിഫിക്കേഷൻ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കണം. കാര്യം ഈ പറഞ്ഞ GST ടാക്സ് കാൽക്കുലേഷനിലുടനീളെ ഇതിൻ്റെ ഡിഫറൻസിയേഷൻ നിങ്ങൾക്ക് കൃത്യമായി അറിഞ്ഞിരിക്കണം. ഓക്കെ.